സോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ രാവിലെ നമ്മുടെ പിള്ളേരൊക്കെ വന്ന് ഇവിടെ എന്നെ ഗ്ലാസ് ഒക്കെ കരുതുന്നുണ്ട്. മീനാക്ഷി ഞാൻ ഉറക്കം എണീച്ച് വന്നേ ഉള്ളൂ. ഇപ്പൊ വല്യേച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് മീനാക്ഷി ആറുമ്പോൾ എല്ലാം കൂടെ ഇവിടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ കഴുകുന്നു. കല്യാണത്തിൻ്റെ ഉള്ളേ. സോ ഹെൽപ്പ് ചെയ്ത് ഗൈസ്. ആരമ്മൾ പോസി പണി രാവിലെ ഹരിത കേട്ടില്ല. ഹരിതചട്ടം എന്നൊക്കെയാ പറയുന്നത്. ഹരിതചട്ടം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. ഗ്ലാസ്, പ്ലേറ്റ്, ഗ്ലാസ്, പ്ലേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഹരിതചട്ടം പതിക്കുന്നു. എടുക്കും അങ്കിൾസിന് പരാതി. സോ മീനാക്ഷി ഒരു അനിയത്തി, ഇങ്ങനെ ഒരു അനിയത്തി എവിടെയും കിട്ടുമോ ഗൈസ്? ഗ്ലാസ് പാറു ഇവിടെ ഇല്ലേ? കുളിക്കാനോ? ഓക്കെ. സോ പണി നടക്കട്ടെ, എന്നിട്ട് ബാക്കി കാണിക്കാം. സോ ഗൈസ്, രാവിലത്തെ ഫുഡ് എന്ന് വെച്ചാൽ നമ്മുടെ ദോശയും എന്തോ കറിയാണ്. അതവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കാണിച്ചുതരാം. കലവറ ഇതാണ് നമ്മുടെ കലവറ. ഐ വിൽ ഷോ യു. ആണോ ഗൈസ്? ഇതാണ് കലവറ. ദോശയില്ല ഗൈസ്, അപ്പവും കറിയാണ് അല്ലേ? കണ്ടോ, ഇതാണ് നമ്മുടെ മീൻ കല്ലറ ലാഷ്. എന്ത് കോർഡിനേറ്റർ. അപ്പൊ ചുട്ടപ്പം, ചൂടപ്പം. ലൈവല്ല, വ്ളോഗ് ഇടാൻ വേണ്ടി. കറിക്കുള്ള എല്ലാം ഉണ്ട്. വൈകിട്ടത്തേക്കുള്ള ചിക്കൻ കറികള് എല്ലാം ഉണ്ട്. ചിക്കൻ ഫ്രൈ, ചിക്കൻ വേണ്ടി നോക്കണം. ടേസ്റ്റ് ആയിട്ട് ചിക്കൻ വൈകിട്ടേക്കുള്ള ചിക്കൻ ഫ്രൈ ആണ് ഗൈസ്. ഇത് തിന്നല്ലത്. വൈകിട്ടത്തേക്കുള്ള ചിക്കൻ ആണ്. നമുക്ക് ഇപ്പം കഴിക്കാം. ബാക്കി അവിടെ ഉണ്ടാക്കുവാണ്. കഴിച്ചു നോക്കട്ടെ. മോശമായി ഇപ്പൊ എടുത്തത്. പക്ഷേ ഇത് പാതി ഉള്ളൂ. കുക്കാണ്. പുള്ളിയാണ് ചിക്കൻ്റെ ആള്. കോഴി അവിടെ മീൻ മാവ അത് നടക്കുന്നു. നമ്മൾ തിന്നുന്നു. അടുത്ത സെറ്റ് തിന്നാൻ നമ്മള് കഴിക്കണമെന്നുണ്ടോ? നമ്മള് അപ്പോ കറി എന്താണെന്തോ എന്താ കറി ഉണ്ട്. പോയി കഴിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ആര് നീ കുളിച്ചാ? എവിടെ കുളിച്ച്? കണ്ണാ നമ്മുടെ മയമായി നമ്മള് വിളിച്ചത്. ഞാൻ ഇന്നലെ നൈറ്റ് ഇന്നലെ ഫുള്ള് കഴിയും. അമ്പലത്തിൽ പോയാ പാലപ്പം. കണ്ണ ഇന്നത്തെ ക്ഷീണമൊക്കെ മാറിയാടാ. ഇപ്പൊ നല്ല ക്ഷീണമുണ്ട്. കുളിച്ചാലേ മാറും. ഇന്നലെ എപ്പോഴും കുളിച്ചു, ഞാൻ കുളിച്ചു. ഇന്നത്തെ ക്ഷീണമൊക്കെ മാറിയാ? എനിക്ക് ക്ഷീണമാണ്. പക്ഷെ എന്റെ കൈ മൊത്തം പൊട്ടി മുറിഞ്ഞ ആ ഭയങ്കര ടൈറ്റ് ആയിരുന്നല്ലോ. ഉടനെ പുള്ളിങ്ങി നമ്മളെ നോക്കണം ഇങ്ങോട്ട്. കഴിക്കട്ടെ. ആർക്കടി ഞാനോ കഴിക്കട്ടെ. ബൈ ബൈ ബൈ. അപ്പം ആൻറ്റി കിഴങ്ങറി. ഇവിടെ കറി കിട്ടില്ലേ? അപ്പം ആൻറ്റി കിഴങ്ങുന്നു. ഞാനല്ല പറഞ്ഞു കണ്ണീനാ. നോട്ടെ ജോക്കർ. എന്റെ മോനെ ഇങ്ങനെ സാധിക്കണം. ആദ്യം കഴിക്കാണ് കഴിച്ചു. നമ്മളും കഴിക്കാണ്. കഴിച്ചു കഴിഞ്ഞ് ഇന്നത്തെ പന്തൽ എവിടെയാണ്? സ്റ്റേജ്. ഇത് നമ്മുടെ അല്ലാതെ ഫങ്ഷൻ ഹാൾ. അയ്യോ ആരില്ല ഇപ്പം.
വയ്യ ഗൈസ്. എന്നാലൊരു ഉറക്കത്തിൽ ചെറിയൊരു ഇതുണ്ട്. കസേരയൊക്കെ വീണ്ടും റീഅറേഞ്ച് ചെയ്തു. അവിടെയുണ്ട് നമ്മുടെ അറിയാലോ, ഇന്നലെ നമ്മൾ തകർത്തടി സ്റ്റേജ്. തൊണ്ടേനെ വയ്യ. അവിടെ കഴിക്കുന്ന പന്ത് മണമായിട്ട് കഴിക്കുന്നു. പാറു റിയാക്ഷൻ നാളെ കല്യാണം. ഇന്നലെ ഇവിടെ പറയാ കല്യാണ ഫീൽ നമുക്ക് തോന്നില്ല. അത് എനിക്കതുവരെ തോന്നിട്ടില്ല. എനിക്ക് ആകെ ചിന്ത മേക്കപ്പ് എങ്ങനെയായിരിക്കും അതൊക്കെ ഉള്ളൂ. അതേ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. കല്യാണം തോന്നില്ല, എന്തോ ഒരു ഫംഗ്ഷൻ, ആരുടെയോ ഒരു ഫംഗ്ഷൻ. അത് ഇന്നലെ കാണാൻ മനസ്സിലായി. അത് ഇന്നലെ തുള്ളക്കാണോ മനസ്സിലായി. ഇപ്പൊ കൊണ്ടുവന്നേ കഴിക്കണി എന്തോ കൃഷ്ണേ. ചാർജ് ഇല്ല, ഫോണിൽ ചാർജ് ഇല്ല. പിന്നെ കാണാം. കല്യാണ പെണ്ണ് ഇവിടുന്ന് മുന്നേ പറയുന്നുണ്ടോ? നാളെ കെട്ടാണ് കൈസ് പെണ്ണ. നമ്മുടെ കൊച്ചിന്റെ ഹലോ ഗായ്സ്, തുടങ്ങി. ഹലോ ഗായ്സ്, ചേച്ചിയുടെ മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കുകയാണ്. അതെ, ഇരിക്കുകയാണ്. ഇതിനാളും ഇട്ടോണ്ടിരിക്കുന്ന ആളും എല്ലാം ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇരിക്കുകയാണ്, കിച്ചു മാത്രമാണ് നിൽക്കുന്നത്. ആവശ്യത്തെ കണ്ടിട്ടാണ് മൈലാഞ്ചി ഇടുന്നുണ്ട്. ഇടുന്ന പേരെന്താണ്? എന്റെ പേര് ദിൽസ. എനിക്ക് ഇൻസ്റ്റയിൽ പേജ് ഒന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഞാനൊരു പ്രൊഫഷണൽ ഒന്നും അല്ല. ഓക്കെ വാട്ടവർ. ഇങ്ങനെയൊക്കെയാണ് കഴിച്ച ഓരോ പ്രൊഫഷൻ ഉണ്ടാവുന്നത്. ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? സോ ഞാൻ അത് ഇട്ട് കഴിഞ്ഞിട്ട് ശേഷം ഫൈനൽ ഔട്ട് ഞാൻ കാണിച്ചുതരാം. അല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവൻ എന്നെ അറിയത്തില്ല, വിളിക്കാതിരിക്കും. എനിക്ക് അങ്ങനെ താടു മറ്റേ ഇതിന്നല്ലേ ചോക്ലേറ്റ് അല്ലേ? താങ്ക് യു. അപ്പുറത്ത് എവിടെ ഇല്ലല്ലേ? ഇവിടെ എടുത്തില്ലേ? എടാ പിന്നെ എടാ കണ്ണു നിനക്കറിയില്ല കത്തയുടെ വീട്ടിലോട്ട്. ഗൈസ്, നിങ്ങളുടെ വ്ളോഗർ, പ്രിയപ്പെട്ട വ്ളോഗർ നല്ല പണിയെടുക്കുന്നു. നല്ല ഗ്ലാസ് ഇട്ടു. എക്സ്പീരിയൻസ് ഉള്ള ആളാന്ന് തോന്നുന്നു. പണ്ട് ചായക്കട വർക്ക് ചെയ്തതാ. ഇനി ജർമ്മനി പോയി ഇത് തുടരാനാണ് പ്ലാൻ എന്നാണ് തോന്നുന്നത്. എന്ത് ചെയ്യാനാ പണിയാണ് നമുക്ക് ഒത്തിരി അല്ല. അപ്പുറത്ത് കണ്ണനുണ്ട്, നല്ല ശബരിയുണ്ട്. ഇതാണ് കിച്ചുവാണ് മെയിൻ. കിച്ചുവാണ് നമുക്കിങ്ങനെ പേപ്പർ ഗ്ലാസ് ഇവിടെ ഹരിതചട്ടം സംഭവം ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാം ഈ സ്റ്റീൽ ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മള് അതും വാഴയിലെല്ലാം എല്ലാം കൊടുക്കുന്നത്. മീൻ രാവിലത്തെ ഫുഡാണെങ്കിലും വാഴയിലെല്ലാം കൊടുക്കുന്നത്. എല്ലാം ഹരിതചട്ടം. ഓക്കെ, നല്ലതാണ്. പക്ഷെ ഇതുവരെ പണിയുണ്ട്. ഇനി പണി കഴിഞ്ഞുള്ള കാര്യങ്ങൾ കാണിക്കും. സോ ഗൈസ്, അങ്ങനെ നമ്മള് ഗ്ലാസ് ഒക്കെ കൈവെത്തുന്നുണ്ട്. നമ്മുടെ രാഹുലൊക്കെ ഉണ്ട്. രാഹുൽ സോ അതെ ഗൈസ്. സോ നമുക്ക് പിള്ളേരെ വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. രാവിലെ വാ. സോ മൈലാഞ്ചി നമുക്ക് നോക്കാം എത്ര ഫുൾ കംപ്ലീറ്റ് ആയി. ലെറ്റ്സ് ഗോ. ബാഗ് വണ്ടിക്കകത്ത് വെച്ചോ, ഒന്ന് കാണിച്ചേടാ. നീ എന്തുവാ കുഞ്ഞമ്മയുടെ അങ്ങോട്ടേ അങ്ങോട്ട് നിൽക്കാൻ. തീരാറായോ? തീർന്നതായത് അതായത് സ്പ്രെഡ് ആയത്. ആമി, നീ ഇവനെ ഇടിച്ചെന്ന് കേട്ടു, പരാതി പറഞ്ഞെടുത്ത്. സത്യമാണോ? ഒക്കെ അറിഞ്ഞല്ലോ. നീ ശ്രീദേവനെ ഇടിച്ചു, നമ്മളത് അറിഞ്ഞു. ഇടിച്ചോ? എന്തോ ഫ്രം ശാസ്താംകോട്ട. പിന്നെ വിലാസം എന്തോ ഇപ്പൊ തന്നെയാണോ? സോ ഗൈസ്, നമ്മളിപ്പോൾ പാറുവിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഫുഡും അതുപോലെ നമ്മുടെ സാരി നമ്മൾ അന്ന് റോൾ ചെയ്തില്ലായിരുന്നു. ആ സാരി നമ്മുടെ ബാക്കി എൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പോണ്ട്. അത് കൊണ്ടുകൊടുക്കാൻ പോവാണ്. കറി കാണിച്ചാൽ കറി ഫുഡും വീണ്ടും വണ്ടി ഓഫായി വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. വണ്ടി നീ എടുത്തില്ലല്ലോടാ. ഫുഡ് കാണിക്കടാ. സേഫാണ്. അതാണ് നമ്മളന്ന് റോൾ ചെയ്ത സാരി ഓർമ്മയില്ലേ? ആ സാരി
അങ്ങോട്ട് തരാം അങ്ങോട്ട്. വീഡിയോ ഒക്കെ എടുത്ത് അശോക ഇവിടെ ഡൈനിങ് വെച്ചാ പോരെ? അവിടോട്ട് മാറ്റി വെക്കണം. അതാണ് പേര് മാറ്റി വിളിച്ച് ഒരു വ്ളോഗ് ചോറ് പിന്നെ അച്ചാറ് പോട്ടെ. അത് ചോറ് മാത്രം. സാലഡ് ഇത് അച്ചാറ്. കൊച്ചോടെ മേക്കപ്പിന് വേണ്ടി റെഡി ആവുന്നുണ്ട്. ഫസ്റ്റ് റേസ് കളയാട്ടാ. നീ കഴിച്ചായിരുന്നു? കഴിച്ചു. നമ്മൾ നേരെ വീട്ടിൽ പോകണം. കാരണം വിശക്കുന്നത് ഫുഡ് കഴിക്കണം. ചേർക്കാൻ വണ്ടി എടുക്കാൻ വേണ്ടിട്ട് നല്ല വിശന്നുണ്ടാ. ഫുള്ള് പണി ഗൈസ്. അത്രയും ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ടൈമില്ല കഴിക്കാൻ വേണ്ടി. ഇനി ഉള്ള ഗ്യാപ്പിൽ പോയി കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ പറ്റത്തില്ല. അതാ ഇങ്ങനെ കല്യാണമൊക്കെ ഇങ്ങനെ തിരക്കാണ് ഗൈസ്. എന്ത് ചെയ്യാനാ? ലെറ്റ്സ് ഗോ. സോ വിട പറയുന്നു. അപ്പം കാണാം. സോ ഗൈസ് നമ്മൾ വരുന്നതിന് മുന്നേ ആട്ടെ നമ്മുടെ സെറ്റകൾ ഇത് കഴിയല്ലേ ഫ്രൈഡ് റൈസ് സ്പീഡായിട്ട് ഒട്ടും വിശന്ന് വയ്യ. അപ്പോൾ ഗൈസ് അങ്ങനെ സാധനം വന്നിട്ട് ഞാൻ കുറച്ച് വിശന്നുകൊണ്ട് എടുത്ത് കഴിച്ചോട്ടെ. വീഡിയോ എടുക്കാൻ മറന്നു. നല്ല വിഷമുണ്ട്. സൂപ്പർ സാധനം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വിശപ്പുണ്ടോന്ന് കരുതില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് കഴിച്ചിട്ട് കാണിക്കാം. സോ ഗൈസ് നമ്മളിപ്പം നേരെ ജസ്റ്റ് കരുനാഗപ്പള്ളി വരെ പോവാണ്. കാരണം നമുക്ക് ഇവർക്ക് എടി നിനക്ക് എന്താ വേണം മുത്തേ? നിനക്ക് എന്താ വാങ്ങേണ്ടതെന്ന് കാണുന്നുണ്ടോ? പേസ്ട്രി. നമുക്ക് പേസ്ട്രി കഴിക്കണം പോലും. നേരെ കരുനാഗപ്പള്ളി പോവാണ്. അവൻ്റെ നോക്കടാ ബാക്ക് നോക്കടാ. സോ ഓഫ് ടു കരുനാഗപ്പള്ളി. വെട്ടമില്ലല്ലോ ഗൈസ്. സോ എവിടെ ആളെവിടെ? സോ ഗൈസ് ഓഫ് ടു കരുനാഗപ്പള്ളി. പേസ്ട്രി. എനിക്ക് റെഡ് ബുൾ. പിന്നെ വല്ല ഉണ്ടോന്ന് അറിയില്ല. നിനക്കൊരു വാങ്ങുന്നുണ്ടോ? ഈ റെഡ് ബുൾ അത് വേണോ? നല്ല ഉറക്കം വരുന്നത്. അപ്പം ഞാൻ ഒരു റെഡ് ബുള്ളും ഒരു മോയ്സ്ചറും അവന് റെഡ് ബുള്ളും ഒക്കെ പേസ്റ്റ്. ഇവനെ പേസ്റ്റ് അതിനും പേസ്റ്റ്. കട എത്ര കാണിക്കും? നമ്മളെ കേക്ക് ബെല്ലാണ് വന്നത്. കേക്ക് വേൾഡ് കൊള്ളാം അവിടുത്തെ. നോക്കാം. ഇവർക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് കട്ടി വീണ ഇപ്പം. കേക്ക് വേൾഡ് ഇവർക്ക് പറ്റിയ സാധനം ഇല്ലായിരുന്നു. എന്താടി നമ്മൾ ഇറങ്ങിയത് അവിടെ നിന്ന്? ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഉള്ളു. നമ്മൾ ആലിയ ഭട്ടിന്റെ മിൽക്ക് കേക്ക് മേടിക്കാനാണ് വന്നത്. അപ്പൊ നമ്മൾ അത് കഴിച്ചിട്ടേക്ക് പോകുന്നു. നിന്റെ ടാനോ ഇതെന്ത് പെട്ടെന്ന് എന്റെ ടാനായി കേട്ടോ. എന്തോടെ ആലിയ ഭട്ടിന് ഇഷ്ടപ്പെട്ട സാധനമല്ലേ മിൽക്ക് കേക്ക്? മിൽക്ക് കേക്ക് അത് കേരളത്തിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. ഇത് കേരളം അല്ലേ? എവിടെയാടാ? അത് നമ്മളെ ഇതില്ലേ നമുക്കപ്പോ വേറെ കളറിൽ പോയി നോക്കാം. ആ ക്യൂട്ടി ഈ ക്യൂട്ടി പല്ലി കയറാണ് പേസ്റ്റ് എടുക്കാൻ വേണ്ടി. അങ്ങനെ നോക്കാം. ഇവിടെ കിട്ടും. ഇവിടെ നിനക്ക് കിട്ടുമായിരിക്കും. അവിടെ നിന്ന് ഏത് നടിയുടെ ഏത് നടിയുടെ പേരാ പറഞ്ഞേ? ആലിയ ഭട്ട്. ആലിയ ഭട്ടിന്റെ എന്താ സാധനം? കേക്ക്. അതേപോലെ മിൽക്ക് കേക്കും. ഒന്ന് മതിയോ? നീനക്ക് എത്ര വാങ്ങിച്ചോ? എന്തിന്റെയൊക്കെ പേരൊക്കെ പറഞ്ഞു. നമുക്ക് എല്ലാ കേക്ക് ക്രീം കേക്ക് ഇവരെന്താ എന്തൊക്കെയും പേര് പറഞ്ഞു. എന്തൊക്കെ പേരാ പറഞ്ഞ? വേറെ എന്തൊക്കെ പറഞ്ഞല്ലോ. എന്താ പേര് പറഞ്ഞല്ലോ സ്പെഷ്യൽ ആയിട്ട്? വേറെ അതിന്റെ മുട്ടയല്ലേ? അതിന് കേക്ക് ഉണ്ടോ? നിനക്കല്ലോ അറിയോ? എനിക്ക് ഐസ്ക്രീം ഫ്ലേവേഴ്സിനെ അറിയാം. ആണോ? എനിക്കറിയാം. എന്തൊക്കെയോ പറയുന്ന നമ്മളിവിടുന്ന് പച്ചയോ ബ്ലാക്ക് എടുത്തോ? ഏതെടുത്തോ? എനിക്കറിയത്തില്ല, ഞാൻ കുടിച്ചിട്ടില്ല. നമ്മളിവിടെ എനിക്ക് വേണ്ടിയുള്ള മോൺസ്റ്റർ എനർജി എടുക്കാൻ വന്നു. ആൻഡ് റെഡ് ബുൾ. ഇവിടെ ഫുൾ കേക്കിനാളാ. കേക്ക് തീറ്റി പേസ്ട്രീസ് അല്ല, സോറി പേസ്ട്രീസ്. നമുക്ക് വേണ്ട മോൺസ്റ്റർ ഇവനാണോ? എനിക്ക് 2 എണ്ണം. സോ എടുക്കട്ടെ.
അറിയില്ല ഇനിയിപ്പോ എന്താണ് വലിയ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. വീട്ടിൽ കറക്റ്റായി, പക്ഷെ വീട്ടിൽ ആദ്യം ആൾക്കാരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധനം വണ്ടി തന്നെ വെച്ചു. ഇതാണ് നമ്മുടെ പാറുവിന് അച്ഛൻ അമ്മയും ഗിഫ്റ്റ് ചെയ്യുന്ന കാർ. എക്സ്റ്ററാണ് കഴിച്ചു. ഉണ്ടായ എക്സ്റ്റോ കാണിച്ചതാ. ഇതാണ് വണ്ടി. സോ ഗൈസ്, നമ്മുടെ മീനാക്ഷിയുടെ കുറച്ച് കൂട്ടുകാർ എടുത്തിട്ടുണ്ട്. ബ്രാൻ ബോബി ബ്രൂണോ എന്ന് വിളിച്ചത്. ബ്രൂണോ കമ്മിയ ഇവിടെ എന്തോ എന്തി ഇതാരാ ആണോ? ഓക്കെ, ഇതാരാ? റിയ. ഇത് പിന്നെ അറിയാലോ, കണ്ടാണല്ലോ. യൂട്യൂബ് ചാനലുണ്ട്? ഇല്ല, തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഇടും. ഇതിനപ്പുറമുള്ള കണ്ടൻസ് ഇതിലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വാങ്ങിച്ചോ. ഇത് ഇവിടെ പറഞ്ഞ ആലിയ ഭട്ടിന്റെ മിൽക്ക് കേക്ക്. ആലിയ ഭട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനം അല്ലേ? ഇതെന്ത് സാധനം? ബ്രൗണി. വേറെ വാങ്ങി. ഇത്ര ഉള്ള നീ കൊറേ പറഞ്ഞല്ലേ കടയിന്ന്. അതന്നെ പറയാ. എക്സ്പ്ലോഷൻ മിൽക്കി സൂപ്പർ. അവക്ക് പിടിച്ചില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് ആംഗിൾ. നല്ല ടേസ്റ്റ്. വീഡിയോ എടുക്കുവായിരുന്നോ? നമ്മൾ നേരെ ഇനി പാറുവിനെ പിക്ക് ചെയ്യുമ്പോൾ, കാരണം പാറുടെ മേക്കപ്പ് സെറ്റ് ആയിരിക്കുകയാണ്. സോ നമുക്ക് വിളിച്ചിടാം. നമ്മുടെ കൊച്ചു ഒരുങ്ങി കാണാൻ നമുക്ക് നോക്കാം. നമ്മുടെ കൊച്ചിനെ എവിടെ